തിരുവനന്തപുരം നെടുമങ്ങാട് ഗ്യാസ് പൊട്ടിത്തെറിച്ച ഒരാൾ മരിച്ചു. ചാരുമൂട് മാണിക്യപുരം സ്വദേശി വിജയൻ തൽക്ഷണം മരിച്ചു. 12 മണിയോടെയാണ് അപകടം നടന്നത്. സാരംഗ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ, ഇത് എന്താണ് സംഭവിച്ചത്? കടയിലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നതെന്ന് മനസ്സിലാക്കുന്നു. കടയിലൊപ്പം മറ്റാരുമില്ലായിരുന്നോ? തീർച്ചയായും കടയിലാണ്, അതായത് ഒരു ചായക്കടയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. നെടുമങ്ങാട് ചാരുമൂട് മാണിക്യപുരത്താണ് ഈ സംഭവം. ഈ ഒരു ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഈ അപകടത്തെ തുടർന്ന് വിജയൻ എന്ന കടയുടമ മരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിൽ തന്നെ തത്സമയം തന്നെ ഇത്തരത്തിൽ വിജയൻ മരണപ്പെട്ടു. ഭാര്യയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ. ഈ ഭാര്യയുടെ നില ഗുരുതരമായി തുടരുന്നതെന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവം സമയത്ത് പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട് ആളുകൾ ഓടിക്കൂടുകയും അപ്പോഴാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടായ കാര്യം തിരിച്ചറിയുകയും ഉണ്ടാകുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ ഈ രണ്ടുപേരെയും പുറത്തെടുത്തെങ്കിലും ഈ വിജയൻ തൽക്ഷണം തന്നെ മരിച്ചിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഉടനെ തന്നെ അവിടെ കൂടി നിന്നവർ ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ ഈ ഭാര്യയുടെ നില ഗുരുതരമായി തുടരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സിലിണ്ടർ ലീക്കായി എന്നാണ് നിലവിൽ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ ഏതാണ്ട് 10 വർഷമായിട്ട് ഈ പ്രദേശത്ത് ചായക്കട നടത്തി വരികയാണ്. അപ്പൊ എല്ലാ ദിവസവും രാവിലെ 5 മണിയോട് കൂടിയിട്ട് ഇവരെ വന്ന് കട തുറക്കുകയും അതുപോലെ തന്നെ ചായക്കട നടത്തി രാത്രി തിരിച്ചു പോവുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈ സമയത്ത് ഇത്തരത്തിൽ ഈ വിജയൻ രാത്രി കടയിൽ തന്നെയാണ് കിടന്നുറങ്ങാറുള്ളത്. അതിനുശേഷം ഈ ഭാര്യയും കൊച്ചുമകനും ചേർന്ന് രാവിലെ വരും. ഇത്തരത്തിൽ വിജയനെ വിളിച്ചുണർത്തി കച്ചവടം നടത്തും, ചായയിടും. അത്തരത്തിലുള്ള ഒരു രീതിയിലായിരുന്നു അവർ 10 വർഷത്തോളമായിട്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോയിരുന്നത്. ഇന്ന് രാവിലെ വന്ന് ഇത്തരത്തിൽ ഭാര്യയും കൊച്ചുമകനുമായി വന്ന് കൊച്ചുമകൻ തിരികെ മടങ്ങി. ഇത്തരത്തിൽ ഉച്ചയ്ക്ക് സമയത്താണ് ഈ കച്ചവടം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ഗ്യാസ് ലീക്ക് ആകുന്നതും പെട്ടെന്നൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നതും. ആ സമയത്ത് തന്നെ ഇത്തരത്തിൽ വിജയൻ മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്.